എല്ലാം കൊണ്ട് നമ്മൾ കേരളത്തിൽ എവിടെ നമ്മൾ ഡെലിവറി കൊടുക്കുന്നതാണ്. പിന്നെ ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുള്ള ഫിനാൻസ് നമ്മൾ മാക്സിമം ചെയ്യുന്നത് കേട്ടോ. കാരണം ഒരുപാട് ഫിനാൻസ് ഇൻട്രസ്റ്റ് കൂടുതലും കുറഞ്ഞതുമായിട്ട് ഒരുപാട് ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. കേരളത്തിലുടനീളം ഫിനാൻസ് കമ്പനികളുടെ എണ്ണം നോക്കാൻ ഒരുപാട് ഫിനാൻസ് കമ്പനിയാണ്. അപ്പോൾ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ട് മാക്സിമം ലോൺ നമ്മൾ ചെയ്തിരുന്നത് കേട്ടോ. ഇനി അടുത്തത് 3 ചെറുവണ്ടികൾ ആണെങ്കിൽ പോലും തന്നെ മോഡൽ കൂടി അതിൽ കിലോമീറ്റർ കുറഞ്ഞ 3 വണ്ടികൾ കാണിക്കുന്നത് കേട്ടോ. അത് 2022 ഇഗ്നിസ് വരുന്നുണ്ട്, 2020 കിഡ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, അതുപോലെ 2022 ആൾട്ടോ കാറ്റൻ VX വരുന്നുണ്ട്. 20 മുകളിൽ മൈലേജ് കിട്ടുന്ന 7 സീറ്റർ വണ്ടികൾ ഏതാണെന്ന് ചോദിച്ചാൽ ഹോണ്ടയുടെ BRV, ഹോണ്ടയുടെ മൊബീലിയോ എന്നീ 2 ഉത്തരം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അല്ലാതെ 20 മുകളിൽ കിട്ടുന്ന വേറെ വണ്ടി വളരെ അപൂർവമാണ്. പറഞ്ഞ പോലെ നമുക്ക് ഫോർച്യൂണർ, നെക്സോൺ, 2 ക്രിസ്റ്റ ഉണ്ട്, അതുപോലെ ഹോണ്ട സിറ്റി ഉണ്ട്, ബ്രസ, എല്ലാ ആളുകൾക്കും ആവശ്യമുള്ള വണ്ടികളാണ്. ഒരുപാട് പേര് അന്വേഷണം എടുക്കുന്ന വണ്ടിയാണ് ബ്രസ. നമുക്ക് ഡ്യുവൽ ട്യൂണിൽ നല്ല അടിപൊളി ZA+ വരുന്ന വണ്ടിയാട്ടോ. ഹലോ സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട്? എൻ്റെ പേര് ഷിബിലി. എൻ്റെ ഷോപ്പിൻ്റെ പേര് ഗാലക്സി പ്രിയോൺ കാർസ് ആണ്. ഇത് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് മേൽമുറി, അതായത് മലപ്പുറം ജില്ലയിലെ മേൽമുറി സ്ഥലത്താട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കോഴിക്കോട് റോഡിൽ നിന്ന് കോഴിക്കോട് പാലക്കാട് NH ഹൈവേയിൽ നമ്മളെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഈ നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 8 മാസത്തോളം കഴിഞ്ഞു. ഈ ചുരുങ്ങിയ നമുക്ക് ഏകദേശം 550-ന് മുകളിൽ നമുക്ക് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ വണ്ടികളും വലിയ വണ്ടികളായിട്ട് ഓട്ടോമാറ്റിക് കാറുകൾ, ഡീസൽ വണ്ടികൾ, പെട്രോൾ വണ്ടികൾ, അപ്പോൾ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ഒരുപാട് വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ തുടരെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വീഡിയോസ് നമ്മുടെ വണ്ടികളെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു 10 വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തരാം കേട്ടോ. എല്ലാ വണ്ടികളും നമ്മൾ കേരളത്തിൽ എവിടെ നമ്മൾ ഡെലിവറി കൊടുക്കുന്നതാണ്. പിന്നെ ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുള്ള ഫിനാൻസ് നമ്മൾ മാക്സിമം ചെയ്യുന്നത് കേട്ടോ. കാരണം ഒരുപാട് ഫിനാൻസ് ഇൻട്രസ്റ്റ് കൂടുതലും കുറഞ്ഞതുമായിട്ട് ഒരുപാട് ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. കേരളത്തിലുടനീളം ഫിനാൻസ് കമ്പനികളുടെ എണ്ണം നോക്കാൻ ഒരുപാട് ഫിനാൻസ് കമ്പനിയാണ്. അപ്പോൾ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ട് മാക്സിമം ലോൺ നമ്മൾ ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഒരുപാട് ദൂരത്തിലുള്ള ആൾക്കാർ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം, കോട്ടയം, അതുപോലെ നമ്മൾ മലപ്പുറം പരിസരത്ത് അല്ലാത്ത ഒരുപാട് ആൾക്കാർ, അതുപോലെ ഗൾഫിലുള്ള പ്രവാസികൾ, അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഏതൊരു വണ്ടി ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ഓൾ വീഡിയോ, ഓരോ പാർട്സും, എഞ്ചിൻ റൂമും, അതുപോലെ വണ്ടിയുടെ താഴ്ഭാഗം, ഓരോ പേസ്റ്റ് കാര്യങ്ങൾ തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും, ഇന്റീരിയർ, എക്സ്റ്റീരിയർ, ഓൾ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ വീഡിയോ നമുക്ക് എന്ത് അയച്ചാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഒരു കൂടി നമ്മൾ സ്വാഗതം ചെയ്യാം നമ്മുടെ വീഡിയോക്ക്. അങ്ങനെ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 ചെറുവണ്ടി നമുക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതായത് ഒരു 1 lakh 2 lakhന്റെ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു റേഞ്ചിൽ വരുന്ന 3 വണ്ടികളാണത്. ഒന്ന് 2007 എസ്റ്റിലോ VX ആണ്, അതുപോലെ 2012-13 രജിസ്ട്രേഷൻ വരുന്ന ഒരു ഹൂണ്ടായുടെ i10, അതുപോലെ 2015 മോഡൽ സ്പാർക്ക്. അപ്പോൾ ഈ 3 വണ്ടി നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് നമുക്ക് എസ്റ്റിലോന്റെ വിശേഷമായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് 2007 മോഡലാണ് വരുന്നത്. ഇത് 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി കേട്ടോ. ഈ വണ്ടിന്റെ പ്രത്യേകത്തിന് ഒരു റീപ്ലേസും ഇല്ല. 2007 മോഡൽ, ഏകദേശം ഇപ്പോൾ ഒരു 17 കൊല്ലം പോലെ ഇതിന് പഴക്കമുണ്ടെങ്കിൽ പോലും ഈ വണ്ടിക്ക് ഇതുവരെ ഒരു റീപ്ലേസ് വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഇതിന് ഫീച്ചേഴ്സ് പറഞ്ഞാൽ 4-door പവർ വിൻഡോ വരും, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ഇത് സ്പെഷ്യൽ എഡിഷൻ ആണ്. ഇതിന് ഒരു സിംഗിൾ എയർ ബാഗ്, ഡ്രൈവർ സൈഡ് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, നല്ല സീറ്റ് കവർ വരുന്നുണ്ട്, തുടങ്ങി ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഈ ഒരു കുഞ്ഞു വണ്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടി നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 95,000 രൂപയാണ്. ഇനി കസ്റ്റമർ വന്ന് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമ്മളോട് കഴിയുന്ന രീതിയിൽ നമുക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു പ്രത്യേകം പറയാനുള്ള കാര്യം ഇതിന്റെ പേപ്പറിന്റെ കാര്യങ്ങളാണ്, അതായത് പേപ്പേഴ്സ്. അപ്പോൾ 2027 വരുന്നതിന് ടാക്സ്, അതുപോലെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉണ്ട്, മെയ് വരുന്നതിന് ഇൻഷുറൻസ് വാലിഡിറ്റി ഉണ്ട്, തുടങ്ങി എല്ലാം കൊണ്ടും ഈ വണ്ടി ഇപ്പോൾ ഫുൾ ക്ലിയർ ആണ്. ഈ വണ്ടി എടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു പണി എടുത്തിട്ട് എഞ്ചിൻ സൈഡോ അല്ലെങ്കിൽ നമ്മുടെ ടയറിന്റെ ഭാഗങ്ങളോ അതുപോലെ വേറെ ഒരു പ്രശ്നങ്ങളോ ഈ വണ്ടിക്കില്ല. അപ്പോൾ താല്പര്യം ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിക്ക് താല്പര്യം എന്ത് ചെയ്യാം, നമ്മൾ മെസ്സേജ് അയച്ചോളൂ, അല്ലെങ്കിൽ താഴെ നമ്പറിൽ വിളിച്ചോളൂ. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2012 മോഡൽ ഒരു ഹൂണ്ടായി i10 ആട്ടോ. 2012 മോഡൽ 13 രജിസ്ട്രേഷൻ വരുന്ന ഹൂണ്ടായി i10 1.1 IRDE ഇറ ആയിട്ട് വേരിയന്റ് വരുന്നത്. അപ്പോൾ ഈ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, പെട്രോൾ ആണ് വരുന്നത്, 74,000 കിലോമീറ്ററിലെ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് കേട്ടോ. ഈ വണ്ടിക്ക് ഒരു മൈനസ് പറയുന്നത് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. കമ്പനി തന്നെ ഫുൾ കമ്പനി സർവീസ് ആണ്, കമ്പനി തന്നെ ചേഞ്ച് ചെയ്തതാണ്. മറ്റേ ഈ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ടെങ്കിൽ പോലും ഈ വണ്ടിയുടെ ബോഡിയിൽ ഒരു റീപെയിന്റ് പോലും ഇതൊരു വണ്ടി കയറിയിട്ടില്ല. ഒരു പക്ഷേ ഗ്ലാസ് എങ്ങനെ വിട്ടിച്ച് നമുക്ക് അതിന് പല കാരണങ്ങളുണ്ടാവും. ഏതായാലും മെയിൻ ക്ലാസ് റീപ്ലേസ് തന്നെയാണ്. നല്ലൊരു സീറ്റ് കവർ ഉണ്ട്, അതൊരു സ്റ്റീല് വരുന്നുണ്ട്. ഇത് ഇറ ആയതുകൊണ്ട് ഫ്രണ്ട് 2 ഡോർ മാത്രമേ പവർ വിൻഡോ വരുന്നുള്ളൂ, സെൻട്രൽ ലോക്ക് 2 കീ വരുന്ന സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ഇതിന് ഏറ്റവും പുതുപുത്തൻ ഇൻഷുറൻസ് ആണുള്ളത് കേട്ടോ.
അപ്പോൾ തുടങ്ങി മെക്കാനിക്കലൊക്കെ ഫുള്ള് 100% കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില 2,10,000 രൂപയാണ്. ഏകദേശം നമുക്ക് ലോൺ ചെയ്യാന്നുണ്ടെങ്കിൽ 1,70,000 രൂപ നമുക്ക് ലോൺ കിട്ടും. ഒരു 40,000 ഒരു 35,000 രൂപ മാത്രം നമുക്ക് എന്താ മതി ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് 2015 മോഡൽ സ്പാർക്ക് കേട്ടോ. സ്പാർക്കിൽ LS എന്ന് പറയുന്ന വേരിയന്റ് വരുന്നത് 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് റീപ്ലേസ് ആക്സിഡന്റ് പോയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഇതിന് 4 ഡോർ പവർ വിൻഡോ വരും, പവർ സ്റ്റിയറിംഗ്, AC, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, മിററുമ ഒരു ഇൻഡിക്കേറ്റർ ഇത് വരുന്നുണ്ട്. ടോട്ടലി ഇതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളും അതുപോലെ 4 ടയേഴ്സും എല്ലാം കൊണ്ട് വണ്ടി ഫുൾ നീറ്റ് ആൻഡ് ക്ലീനിലാണ് വരുന്നത് കേട്ടോ. സ്പാർക്ക് നമുക്കറിയാം പൊതുവെ ഷെവർലെറ്റിന്റെ വണ്ടികളൊക്കെ പൊതുവെ എഞ്ചിന്റെ കാര്യത്തിൽ കുറച്ച് പിറകോട്ടാണെങ്കിലും അതിൽ പെട്രോൾ എഞ്ചിനൊക്കെ ഏകദേശം നല്ല എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ 2015 മോഡലിൽ ഇത്രയും വില കുറഞ്ഞിട്ട് നമുക്കൊരു ചെറുവണ്ടി എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ സ്പാർക്ക് പോലത്തെ വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വണ്ടിയുടെ വില നമ്മൾ പറയുന്നത് 1,25,000 രൂപയാണ്. ഇതിന് AC ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് തരും കേട്ടോ വണ്ടി. അപ്പോൾ നമ്മൾ 3 ചെറുവണ്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി അടുത്തത് 3 ചെറുവണ്ടികൾ ആണെങ്കിൽ പോലെ തന്നെ മോഡൽ കൂടി അതിൽ കിലോമീറ്റർ കുറഞ്ഞ 3 വണ്ടികൾ കാണിക്കുന്നത് കേട്ടോ. അത് 2022 ഇഗ്നിസ് വരുന്നുണ്ട്, 2020 കിഡ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, അതുപോലെ 2022 ആൾട്ടോ കാറ്റൻ VX വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, 2022 ഇഗ്നിസ് പരിചയപ്പെടാം. 2022 മോഡൽ ഇഗ്നിസ് ആട്ടോ. ഇതിന് വേരിയന്റ് സിഗ്മ എന്നുള്ള വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 15,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല അടിപൊളി വണ്ടി കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഷോറൂമിൽ പോയിട്ട് പുതിയൊരു വണ്ടിയൊക്കെ എടുക്കാൻ നിൽക്കാന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സൂട്ടബിൾ ആയ വണ്ടി, കാരണം വെറും ലോ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. നമ്മളിപ്പോ ഈ വണ്ടി ഷോറൂമിൽ പോയി എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു നല്ലൊരു പ്രൈസ് വരാം. അപ്പൊ അതിനേക്കാളും 2-2.5 ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്യാം കുറവിൽ നമുക്ക് ഈ വണ്ടി നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് പറയാന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് 2 എയർ ബാഗ് വരുന്നുണ്ട്, കമ്പനി കൊടുക്കുന്ന സ്റ്റീല് വരുന്നുണ്ട്, ഫാബ്രിക് സീറ്റാണ് വരുന്നത്. അതുപോലെ ഇതിന് ഞാൻ പറഞ്ഞു 15,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ സ്റ്റെപ്പിന് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. തുടങ്ങി ഇതിന് പ്രത്യേകിച്ച് ഒരു ആക്സിഡന്റോ റീപ്ലേസോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏറ്റവും സെറ്റ് ഫുള്ള് കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള ഒരു വണ്ടി കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാൽ 5,75,000 രൂപയുടെ. ഇത് തന്നെ ഏകദേശം നമുക്കൊരു 5,20,000 മുതൽ 5 ലക്ഷം നമുക്ക് ലോൺ അവൈലബിൾ ആട്ടോ. അപ്പോൾ ഈ ലോൺ അവൈലബിൾ എന്ന് പറയുമ്പോൾ ഓരോ കസ്റ്റമർ ഒരു ബാക്ക്ഗ്രൗണ്ട് പോകാതിരിക്കും ലോണിന് അവൈലബിലിറ്റി. ഒരു പക്ഷേ ഒരു കസ്റ്റമർക്ക് ഫുൾ ലോൺ കിട്ടുന്ന കസ്റ്റമർ ഉണ്ടാവും, ചില കസ്റ്റമർക്ക് 4 ലക്ഷം കിട്ടും, നമുക്ക് 4 ലക്ഷം മാത്രമേ കമ്പനി കൊടുക്കുള്ളൂ. അപ്പോൾ ഓരോ ഫിനാൻസ് ഓരോ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഫിനാൻസിന്റെ അളവ് പോലെ ഇരിക്കും നമുക്ക് ഇതിന്റെ ഫിനാൻസ് ലഭ്യത. ഈ വണ്ടിയുടെ അപേക്ഷിച്ച് ഇതിന്റെ 80% ഏകദേശം ഒരു 5 ലക്ഷം വരെ ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം എന്ത് ചെയ്യാം, താങ്കൾ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. നമുക്ക് ഇതിന്റെ കൂടുതൽ വീഡിയോസും ഡീറ്റെയിൽസും എന്ത് ചെയ്യാം നമുക്ക് പേഴ്സണൽ നമ്മൾ അയച്ചിരുന്ന കേട്ടോ. അപ്പോൾ അടുത്തുള്ള പരിചയപ്പെടുന്നത് 2020 രജിസ്ട്രേഷൻ വരുന്നുണ്ട് കേട്ടോ. 2019 മോഡലാണ്, 2020 രജിസ്ട്രേഷൻ പ്രത്യേകം പറയാനുള്ള കാരണം ഈ രജിസ്ട്രേഷനിലാണ് വണ്ടി ഇറങ്ങുന്നത്. അതിന് ടാക്സ് ഒന്നും അതുപോലെ എന്ത് ചെയ്യും, അതിന് അത്ര വാലിഡിറ്റി ടാക്സിനും കിട്ടും. അപ്പോൾ നമ്മൾ 2019 മോഡലാണെങ്കിൽ 2019 ജനുവരിയിൽ ഇറങ്ങിയ വണ്ടിയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത്ര ഒരു കൊല്ലം പോലെ അതിന് വീണ്ടും പഴക്കായി. ഇത് 2019 ലാസ്റ്റ് എന്ന് പറയാൻ അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് മാത്രമാണ് എന്ത് ചെയ്യാം 2019-20 ലക്ഷം എന്ന് പ്രത്യേകം പറയുന്നത് കേട്ടോ. അപ്പോൾ കിഡിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് ഈ വരുന്നത്. ഇതിന് എയർ ബാഗും ABS-ഉം കമ്പനി സെറ്റും തുടങ്ങി ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഈ വണ്ടിക്ക് സെൻട്രലൊക്കെ വരുന്നുണ്ട്. ഇതിന് വെറും 27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടോ. ഓട്ടോമാറ്റിക്കല് വെറും 27,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 4 ടയറും ഏകദേശം ഫുൾ കട്ടുണ്ട്, സ്റ്റെപ്പിന് ടയർ നമ്മൾ തൊട്ടിട്ടില്ല. തുടങ്ങി നല്ല വൃത്തി. ഇതിന് റീപെയിന്റ് കാരണം അങ്ങനത്തെ പ്രത്യേക പ്രശ്നമൊന്നും ഈ വണ്ടിക്ക് വന്നില്ല. കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അതായത് ഒരു വണ്ടിക്ക് ആവശ്യമായ എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക്കല് സെലീറിയോ അതുപോലെ കാറ്റൻ തുടങ്ങിയ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന കിഡ് ഒരുപാട് പേര് അന്വേഷിച്ചു വണ്ടിയാണ് കിഡ്. അത്രയും ഡിമാൻഡുള്ള വണ്ടിയാണ്. അപ്പോൾ റീപ്ലേസ് ആക്കണമെന്നില്ല നമ്മൾ പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 4,25,000 രൂപ നമ്മൾ ചോദിക്കുന്ന വില. മാക്സിമം കുറച്ച് നമ്മൾ ചെയ്തു തരാം. ലോൺ തന്നെ ഏകദേശം ഈ ഒരു വണ്ടിക്ക് നമുക്കൊരു 3,70, 3,60 ചില കസ്റ്റമർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയാണ്. റിനോൾട്ട്, നിസാൻ പോലത്തെ ചില കമ്പനികൾക്ക് എന്ത് ചെയ്യാം ഫുൾ ലോൺ കിട്ടുന്നുണ്ട്, സാധാരണ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. വീണ്ടും ഒരു ലോ കിലോമീറ്റർ മോഡൽ കൂടിയ വണ്ടി 2022 ആൾട്ടോ കാറ്റൻ. ആൾട്ടോയുടെ വില ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ മേലേക്കായി. അതുപോലെ ആൾട്ടോ കാറ്റൻ VX-ന്റെ വില 6 ലക്ഷം രൂപയുടെ മേലേക്കായി. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ കുറഞ്ഞ വാഹനം എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കിട്ടണം നമുക്ക് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് VX ആണ്. 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, സീറ്റ് കവർ,
അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ 4 ടയർ നമ്മൾ നേരത്തെ പറഞ്ഞ പുതിയ വണ്ടി 4 ടയർ ഏകദേശം അടങ്ങിയിട്ടില്ല. സ്റ്റെപ്പിന് നമ്മൾ തൊട്ടിട്ടില്ല. ഇൻഷുറൻസ് 1 കൊല്ലം പോലെ നമുക്ക് ഇനിയും വേണ്ടിയിട്ടുണ്ട്. തുടങ്ങി ഒട്ടുമിക്ക ഫീച്ചേഴ്സും കേട്ട് നിൽക്കുമ്പോൾ നമ്മൾ അൾട്ടോ കാറ്റഗറി പെട്ട നല്ലൊരു വണ്ടിയാണ് ഈ അൾട്ടോ കാറ്റ് എന്ന് പറയുന്നത്. VX ആയതുകൊണ്ട് നമുക്ക് സാധാരണ LX-നേക്കാളും ഒരുപാട് ഫീച്ചേഴ്സിൽ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 4,75,000 രൂപയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ പുതിയ വണ്ടിക്ക് 6,15,000 രൂപയുടെ ഷോറൂം പ്രൈസ് ഉണ്ട്. ഇപ്പോൾ ഓഫർ കഴിച്ച 5,80,000 രൂപ എന്നാലും പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4,75,000 രൂപയ്ക്കാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ലോൺ പ്ലസ് എന്ന് പറഞ്ഞാൽ 4,25,000 വരെ ഇതിന് ഫിനാൻസ് കിട്ടുന്ന കേട്ടോ. ഇനി അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റ് VD, അതുപോലെ എത്തിയോസ് ലീവ GD. ഈ 2 വണ്ടിക്കുള്ളൊരു എൻക്വയറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട 2 വാഹനങ്ങളാണ് സ്വിഫ്റ്റും അതുപോലെ ലീവ. ആ കാറ്റഗറി 2 വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ 20 മുകളിൽ മൈലേജ് കിട്ടുന്ന 7 സീറ്റർ വണ്ടികൾ ഏതാണെന്ന് ചോദിച്ചാൽ ഹോണ്ടയുടെ BRV, ഹോണ്ടയുടെ മൊബീലിയോ എന്നീ 2 ഉത്തരം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അല്ലാതെ 20 മുകളിൽ കിട്ടുന്ന വേറെ വണ്ടി വളരെ അപൂർവമാണ്. എർട്ടിഗക്ക് പോലും 20 മുകളിൽ നമുക്ക് മൈലേജ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്വിഫ്റ്റ് VD, എത്തിയോസ് ലീവ GD, 2 മൊബീലിയോ. 13 സ്വിഫ്റ്റ് VD ആയിട്ടോ, ഡീസൽ വണ്ടി ഏകദേശം 15 തൊട്ട് 20 വരെ മൈലേജ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ വണ്ടിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും 85,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ ഈ വണ്ടിക്ക് പ്രത്യേകിച്ച് റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഇതിന്റെ ഫീച്ചേഴ്സ് പറയുന്നതിന് വീഡിയോ വേണ്ടി തന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ ഒരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് എക്സ്ട്രാ. പിന്നെ ഇതിന്റെ കസ്റ്റമർ നല്ല ഭംഗിയുള്ള അലോവീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സബൊക്കെ ഇതിന്റെ കസ്റ്റമർ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്വിഫ്റ്റ് പ്രേമികൾക്ക് ഇത് നല്ലൊരു വണ്ടി കേട്ടോ, നല്ല വൃത്തിയുള്ളൊരു വണ്ടി. ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റിനൊക്കെ അപേക്ഷിച്ച് ലോ കിലോമീറ്റർ 84 നല്ല ലോ കിലോമീറ്റർ തന്നെയാണ്. കാരണം ഡീസൽ വണ്ടിയിൽ സ്വിഫ്റ്റ് നമുക്ക് 1 ലക്ഷത്തിന്റെ മുകളിൽ ഓടാത്തൊരു വണ്ടി വളരെ അപൂർവമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വളരെ അപൂർവമായിട്ട് എപ്പോഴൊക്കെ വരാറുള്ളൂ. അങ്ങനത്തെ വണ്ടി ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ 2013 VD സിംഗിൾ ഓണർഷിപ്പാണ്, വെറും 84 കിലോമീറ്റർ, റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. അപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് പറഞ്ഞാൽ 3,85,000 രൂപയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കൂടുതലായി തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും ഒരു സിംഗിൾ ഓണർഷിപ്പിൽ ഇത്ര ലോ കിലോമീറ്റർ വണ്ടി തരുമ്പോൾ നമുക്ക് ഈ വാങ്ങാൻ പോകുന്ന സ്ഥലത്ത് നമുക്ക് അതേ എമൗണ്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ലോൺ ഫെസിലിറ്റി ഏകദേശം 3 ലക്ഷം 3,5 ലക്ഷം നമുക്ക് ലോൺ കിട്ടുന്നുണ്ട്. നമുക്ക് വേഗം അടുത്ത ഇതിലേക്ക് പോകാം. 2015 മോഡൽ എത്തിയോസ് ലീവ GD കേട്ടോ, ഡീസൽ വണ്ടിയാണ് വരുന്നത്. ഇത് നമ്മൾ സ്വിഫ്റ്റിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 15 തൊട്ട് 20 വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഒരു ചെറിയ മൈനസ് ഉണ്ട്, ഇതിന് മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്, വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് റീ രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ, 2016 മോഡലാണ് GD. പിന്നെ എഞ്ചിൻ കണ്ടീഷനൊക്കെ പക്കയാണ്. 4 ടയറും അത്യാവശ്യം നമുക്ക് ഓടിക്കാൻ മാത്രം നല്ല ടയറുണ്ട്. വേറെ ഒരു റീവണ്ടിനെ അപേക്ഷിച്ച് പറയത്തക്ക ഒരു മോശം കാര്യമൊന്നും ഈ വണ്ടിക്കില്ല. അപ്പം നമ്മുടെ ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 4,65,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. എന്തെങ്കിലും വളരെ ചെറുതായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഇതിന് ഫിനാൻസ് നമുക്ക് ഒരു 3,3-4 ലക്ഷം നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആട്ടോ. അടുത്തായിട്ട് 7 സീറ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ 20 മുകളിൽ മല കിട്ടുന്ന വണ്ടി. അപ്പോൾ ആൾക്കാർ ചോദിക്കും 20 മുകളിൽ കിട്ടുമെന്ന്. അപ്പോൾ 100% കിട്ടുന്ന ഉറപ്പുള്ള നമ്മളത് പറയുന്നത് കേട്ടോ. 2015 മൊബീലിയ S വേരിയന്റ് വന്ന് ഒറിജിനൽ കേരള വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പിൽ ഡീസൽ എഞ്ചിനിൽ 1,18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടിക്ക് റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. അപ്പം ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ തന്നെ ഈ വണ്ടിക്ക് നല്ലൊരു സെറ്റ് വരുന്നുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ ABS വരുന്നുണ്ട്, നല്ല അടിപൊളി സീറ്റ് വരുന്നത്. ഇന്ത്യയിലൊക്കെ പക്ക വൃത്തിയായിട്ടോ, നമുക്ക് പ്രത്യേകിച്ച് വേറൊരു പണിയൊന്നും ഇതിന്മേൽ ചെയ്യേണ്ട ആവശ്യമില്ല. 4 ടയറും ഏകദേശം ഫുൾ കട്ട് 4 ടയർ ഉണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്. അപ്പോൾ തുടങ്ങി അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 5,25,000 രൂപയാണ്. അപ്പോൾ ഇതിന് ഫിനാൻസ് സൗകര്യം ഏകദേശം 4-4.25 ലക്ഷം നമുക്ക് ഫിനാൻസ് സൗകര്യം കിട്ടും. പിന്നെ നമുക്ക് അടുത്തൊരു വണ്ടിയിലേക്ക് പോകാം, അതും ഒരു മൊബീലിയോ ആണ്. ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാട്ടോ ഈ വണ്ടി വരുന്നത്. റീ രജിസ്ട്രേഷൻ വണ്ടിന് അപ്പോൾ എന്തെങ്കിലും ഒരു മൈനസ് സാധാരണ വരാറുണ്ട് പൊതുവെ ഈ വണ്ടിക്കൊക്കെ. ഇതിന്റെ ഗ്ലാസ് റീപ്ലേസ് ആണ്, വേറെ റീപ്ലേസ് കാരണം എഞ്ചിൻ റൂം അല്ലെങ്കിൽ ബോണറ്റോ ഫെൻഡറോ വേറെ ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഈ വണ്ടിയും ഇല്ല കേട്ടോ. നേരത്തെ പറയും സെയിം വേരിയന്റ് S വേരിയന്റ്. അപ്പോൾ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിക്ക് വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, ഫോർവേഡ് പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്, പിന്നെ കമ്പനി സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ കമ്പനി സ്റ്റീരിയോ നല്ല അടിപൊളി സീറ്റർ വരുന്നുണ്ട്. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ബാക്ക് സീറ്റിൽ നമ്മൾ ഒരു 3 പേർക്ക് സുഖം സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. അത്ര അതിന് മാത്രമുള്ള ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോണ്ട എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കിലോമീറ്റർ ഒന്നും
ഒരുപാട് കിലോമീറ്റർ കൊടുക്കാൻ കഴിയും. നമ്മൾ ടയോട്ട ഹോണ്ട നമ്മൾ അധികം പ്രൈവേറ്റ് കൊടുക്കൽ എഞ്ചിൻ്റെ കാര്യത്തിൽ 8 ലക്ഷത്തിന് മുകളിൽ എവിടെയാലും വലിയൊരു പ്രശ്നമൊന്നും ഈ വണ്ടിക്ക് വരാറില്ല. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില 4,65,000 രൂപയാണ്. എന്തിനൊക്കെ ചെറുതായിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ കഴിയും. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യം എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പർ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വണ്ടിയാണ് വേണ്ടത് വെച്ചാൽ അതിൽ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്താൽ നമുക്ക് ഏത് വണ്ടി ഡീറ്റെയിൽസ് നമുക്ക് എന്ത് അയച്ചു തരാൻ കഴിയും. നമ്മൾ പറഞ്ഞ പ്രൈസ് ചിലപ്പോൾ ചില വണ്ടികൾക്ക് കൂടുതലാണ്, ചില വണ്ടിക്ക് കുറവാവാം. ഒരു പക്ഷെ നമ്മൾ ആദ്യം വീഡിയോ അപ്പം എന്ത് ചെയ്യുക, ഇതിപ്പോൾ നമ്മളെ സംസാരത്തിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. നമ്മൾ ഒരു സ്റ്റാർട്ടിങ് അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മ എല്ലാവരും ക്ഷമിക്കുക, നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഏതെങ്കിലും വണ്ടി വില കൂടുതലെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്തില്ല, എന്ത് ബാഡ് കമൻറ്റ് നിങ്ങൾ എഴുതിക്കോളി. അപ്പോൾ നമുക്ക് അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാക്കുമ്പോൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എന്ത് ചെയ്യുക, നമുക്കിത് താഴെ നിങ്ങൾ രേഖപ്പെടുത്താം. ഇത് നമുക്ക് ഒരുപാട് വണ്ടികളെ പരിചയപ്പെടുത്താണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഒരു 10 വണ്ടിയുടെ വീഡിയോസ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിൽ ലോ കിലോമീറ്റർ വണ്ടികൾ പറഞ്ഞു, ഡീസൽ വണ്ടികൾ പറഞ്ഞു, അതുപോലെ കുറച്ച് ഓൾഡ് മോഡൽ വണ്ടികൾ നമ്മൾ പരിചയപ്പെടുത്തി, അതായത് വില കുറഞ്ഞ കുറച്ച് വണ്ടികളൊക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമുക്ക് ഒരുപാട് പോരായ്മകൾ എന്തായാലും ഉണ്ടാവും. ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ വണ്ടികൾ പറഞ്ഞു പോയപ്പോൾ അതിൽ കുറച്ച് ചിലപ്പോൾ തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും. എല്ലാം നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ തുടർന്ന് നമ്മൾ ഒരുപാട് വണ്ടികളെ വീഡിയോസ് നിങ്ങൾ ചെയ്യുന്നതാണ്. നമ്മളെ വീഡിയോസ് നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ആവശ്യമുള്ളത് നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഏത് വാഹനം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. പിന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓൾ കേരള ഡെലിവറി, ഓൾ കേരള ഫിനാൻസ് സൗകര്യം തുടങ്ങി എല്ലാ സൗകര്യം നമ്മൾ നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളോ അതൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ലോണിൻ്റെ കാര്യങ്ങൾ ഒരുപാട് ആൾക്ക് സംശയം ഉണ്ടാവുക. അങ്ങനത്തെ ഏതൊരു സംശയം നമ്മൾ വിളിക്കാവുന്ന കേട്ടോ. അപ്പോൾ നാളെ നമ്മളെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത്, നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ അഡ്രസ്സിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ഇപ്പോൾ തന്നെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ വീണ്ടും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫോർച്യൂണർ, നെക്സോൺ, 2 ക്രിസ്റ്റ ഉണ്ട്, അതുപോലെ ഹോണ്ട സിറ്റി ഉണ്ട്, ബ്രസ, എല്ലാ ആളുകൾക്കും ആവശ്യമുള്ള വണ്ടികളാണ്. ഒരുപാട് ഒരു അന്വേഷണം എടുക്കുന്ന വണ്ടിയാണ് ബ്രസ. നമുക്ക് ഡ്യുവൽ ട്യൂണിൽ നല്ല അടിപൊളി ZA പ്ലസ് വരുന്ന വണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യട്ടോ. ഓക്കെ.